പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന പുതിയ നമ്മുടെ ജ്യോതിഷ പദ്ധതിയാണ്. നിങ്ങളുടെ നാളെയിൽ നാളെ 1199 കർക്കിടക മാസം 18-ാം തീയതി, അതായത് 2024 ആഗസ്റ്റ് 2-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ച. നാളെ കേരളത്തിൻ്റെ മധ്യമായ തൃശ്ശൂരിലെ സൂര്യോദയം 6:17 അസ്തമയം വൈകിട്ട് 6:45 നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സമയമാകുന്നു വെള്ളിയാഴ്ചയായതുകൊണ്ട്. രാഹുകാലം കാലത്ത് 6 മണി ബേസ് ചെയ്താണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതിനാൽ നമുക്ക് രാഹുകാലം വെള്ളിയാഴ്ച 10:47 മുതൽ 12:17 വരെയുള്ള സമയമാക്കി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ നക്ഷത്രം കാലത്ത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രം നാം ഒരു ശുഭകാര്യത്തിനും സ്വീകരിക്കാറില്ല. അത് യാത്രയായാലും പുതിയ പദ്ധതിയായാലും അതിൻ്റെ ആരംഭം കുറിക്കുവാനുള്ള നക്ഷത്രമല്ല തിരുവാതിര പോലുള്ള 7 നക്ഷത്രങ്ങൾ. പക്ഷേ ഹരിശ്രീ കുറിക്കുവാൻ തിരുവാതിരക്ക് പ്രത്യേകം പ്രാധാന്യം നമ്മുടെ ആചാര്യർ നൽകിയിട്ടുണ്ട്. തിരുവാതിരയുടെ സംസ്കൃത നാമധേയമാകുന്നു ആർദ്ര എന്ന്. തിരുവാതിര മിഥുനം രാശിയിൽപ്പെടുന്ന ഒരു മുഴുനീള 60 നാഴികയുള്ള നക്ഷത്രമാകുന്നു. ക്ഷുധാധികോ ദീർഘശരീരകാന്തി. ക്ഷുധാധിക നല്ല വിശപ്പുള്ളവരും ദീർഘശരീരകാന്തിയാണ്, വലിയ ശരീരപ്രകൃതിയുമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. അവർ സ്പോർട്സിലായാലും പ്രണയത്തിലായാലും കലാപരമായ വിഷയത്തിലായാലും അവർ വളരെയധികം ശോഭിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു, തിരുവാതിര നക്ഷത്രം ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാറില്ല. നാളെ 11 മണി വരെയാകുന്നു തിരുവാതിര നക്ഷത്രം. അത് കഴിഞ്ഞാൽ പുണർദ നക്ഷത്രമാകുന്നു. നാം പ്രായണ ശുഭകാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു പുണർദ നക്ഷത്രം. നാളത്തെ തിഥി ത്രയോദശി തിഥിയാകുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്നാൾ ചതുർദശി, പിറ്റേന്നാൾ കർക്കിടക വാവൊക്കെ വരുന്നു. അതിനാൽ ശുഭമുഹൂർത്തങ്ങൾ ത്രയോദശിയിലൊന്നും സാധാരണ ജ്യോതിഷികൾ കുറിച്ച് നൽകാറില്ല. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 12-17 വരെ രാഹുകാലമാണ്. അതിനാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാത്രകളോ എഗ്രിമെൻറ്റോ സംസാരമോ മധ്യസ്ഥതയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയുള്ള സമയം ശുഭമായി സ്വീകരിക്കാം. അത് വൃശ്ചികം രാശിയാകുന്നു. അവിടെ 7 ചൊവ്വയും വ്യാഴവുമുണ്ട്. അതിനാൽ പല ശുഭകാര്യങ്ങൾക്കും ഈ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കൊരു സന്ദേശം നൽകി. തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാകുന്നു. അതിനാൽ തിരുവാതിര ചോതി ചതയൻ നക്ഷത്രക്കാർ ഭജിക്കേണ്ട ഏറ്റവും നല്ല മന്ത്രം ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ മന്ത്രമാകുന്നു. രാഹു സർപ്പത്തിൻ്റെ ശിരസ്സും ഡ്രാഗൺസ് ഹെഡ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ. കേതു സർപ്പത്തിൻ്റെ വാലുമാകുന്നു, ഡ്രാഗൺസ് ടെയിൽ. അതുകൊണ്ടാണ് ഈ പഞ്ചാക്ഷരി മന്ത്രത്തിന് രാഹുവെ സ്മരിക്കുമ്പോൾ കേതുവേയും കൂടി സ്മരിക്കണമെന്ന് പറയുന്നത്. അതിനാൽ സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്താം നിങ്ങൾക്ക് നാളെ കാലത്ത്. തിരുവാതിര നക്ഷത്രത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും, അന്ധകാര ഗ്രഹങ്ങളാണ്. അതിനാൽ ആ തമോഗ്രഹങ്ങളുടെ പ്രാർത്ഥന നടത്തി എല്ലാം ശുഭമാക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ശുഭ സമയത്തെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പുണർദം ശ്രീരാമൻ്റെ നക്ഷത്രമാകുന്നു. ഈ പുണർദം നക്ഷത്രത്തിൽ നിങ്ങൾക്ക് ശ്രീരാമസ്വാമിയെ ഭജിക്കാവുന്നതാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് 3 തവണ ജപിച്ചാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയ ശുഭത്തെ ലഭിക്കുന്നു എന്ന് വ്യാസൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നുണ്ട്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീ രാമനാമ വരാനന ഓം നമ ഇതി. ശ്രീരാമസ്വാമിയുടെ ഏറ്റവും വലിയ ഭക്തനാകുന്നു ഹനുമാൻ സ്വാമി. ഹനുമാൻ അവൽ നിവേദ്യവും
ശ്രീരാമസ്വാമിക്ക് തുളസിമാലയും പാൽപ്പായസവും ഒക്കെ വളരെ വിശേഷപ്പെട്ട ചടങ്ങുകളാകുന്നു. നിങ്ങളെ വിഘ്നങ്ങൾ മാറാൻ ഹനുമാൻ സ്വാമിക്ക് ഗദ ഒപ്പിക്കുക എന്ന കർമ്മം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കാറുണ്ട്. ശ്രീരാമസ്വാമിയുടെ ഉപദേവനായിട്ടാണ് ഹനുമാനെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വടക്കൻ മലബാറിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം ഹനുമാൻ സങ്കേതങ്ങളുണ്ട്. തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. അതേ രീതിയിൽ പഴയങ്ങാടി ശ്രീരാമസ്വാമി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. പെരളശ്ശേരി വന്ന് 3 കിലോമീറ്റർ മാറി വടക്കോട്ട് പോയാൽ നിങ്ങൾക്ക് മക്രേരി ക്ഷേത്രം കാണാം. അവിടെ ഹനുമാൻ വളരെ ശക്തനാണ്. അതിനാൽ തന്ത്രി പ്രതിഷ്ഠിക്കുമ്പോൾ ശ്രീരാമസ്വാമിക്ക് പകരം ഹനുമാരുടെ നേരെ മുന്നിലായി വിഷ്ണുവിനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നിങ്ങൾ ദർശിക്കേണ്ട ക്ഷേത്രമാകുന്നു. മക്രേരി ക്ഷേത്രം അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിലാണ്. നല്ല ഒരു ദർശന പുണ്യം നിങ്ങൾക്കവിടെ ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദക്ഷിണാമൂർത്തി സ്വാമി തൻ്റെ എല്ലാ ഉപഹാരങ്ങളും പുരസ്കാരങ്ങളും ട്രോഫികളും മൊമൻറ്റോകളും അവിടെയാണ് സമർപ്പിച്ചത്. അദ്ദേഹം അവിടെ വന്ന സമയത്ത് പെട്ടെന്ന് വൃക്ഷത്തിൽ ഹനുമാനെ ദർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആജ്ഞപ്രകാരമാണ് അവിടെ അദ്ദേഹം പിന്നെ സ്ഥിരമായി വരികയും പോവുകയും ആ അമ്പലത്തിന് വേണ്ടി തൻ്റെ എല്ലാ ധനവും ഊർജവും ബുദ്ധിയും അവിടെ ചെലവഴിച്ചത്. കേരളത്തിലെ ഏറ്റവും അധികം കുട്ടികളെ ഹരിശ്രീ കുറിക്കുന്ന അമ്പലമാകുന്നു മക്രേരി സുബ്രഹ്മണ്യ ക്ഷേത്രം. അവിടെ വിദ്യയുടെ ദേവതയാകുന്നു സുബ്രഹ്മണ്യൻ. ദക്ഷിണാമൂർത്തിയുടെ കാലശേഷം ശ്രീകുമാരൻ തമ്പി സാർ അവിടെ വന്ന് ഹരിശ്രീ കുറിച്ചു കൊടുക്കാറുണ്ട് വിദ്യാർത്ഥികൾക്ക്. ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ഭജിക്കുവാനുമുള്ള ഒരു മാനസികമായ സുഖം പ്രദാനം ചെയ്യുന്നു മക്രേരി ക്ഷേത്രം. പെരളശ്ശേരി ക്ഷേത്രം വിസിറ്റ് ചെയ്യുമ്പോൾ രണ്ടമ്പലമായി ഇന്ന് മക്രേരിയും അറിയപ്പെടുന്നു. നന്ദി, നമസ്കാരം.